പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, നോക്കൂ, ഹല്ലേലൂയ. ഇന്ന് ധനികന്മാരാകുവാനാണ് എല്ലാവർക്കും ആഗ്രഹം. നമുക്കറിയാം, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസകരമാണെന്ന് യേശു അപ്പച്ചൻ്റെ സന്ദേശങ്ങളിൽ, അതായത് നമുക്ക് സുവിശേഷങ്ങളിൽ പലയിടങ്ങളിലും കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ വീക്ഷണത്തിലും സമ്പത്ത് രക്ഷയ്ക്കും ശിഷ്യത്വത്തിനും ഒരുപോലെ തടസ്സമാണ്. ഇത് സുരക്ഷിതത്തിന് തടസ്സം നിൽക്കുന്ന ഒന്നാണ് ഈ ധനികന്മാരാകുക എന്നുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ അതിൽ സമാധാനം വരെ കെടുത്തുന്ന ഒന്നാണ്. പ്രിയ മക്കൾ, ഒരു വിശ്വാസിയുടെ യഥാർത്ഥമായ സമ്പത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് യേശുവിനെ അനുഗമിക്കുന്നതിലും സ്വയം സമർപ്പിക്കുന്നതിലുള്ള യേശുവിനോടുള്ള വിശ്വാസം, സ്നേഹം എന്നിവയിലുമാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട്, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുന്നു. ഹല്ലേലൂയ. മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്നു. ഇന്ന് നാം കണ്ടുവരുന്നതും കേട്ടുവരുന്നതും ഹല്ലേലൂയ ഓരോന്ന് ഇതുപോലെയാണ്. ധനത്തിന് വേണ്ടി ഹല്ലേലൂയ എന്തും ചെയ്യുവാൻ മടിക്കാതെ ജനങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഏതു വിധേന മനുഷ്യനെ നശിപ്പിച്ചായാലും ധനമുണ്ടാക്കണം. സ്വന്തം മാതാപിതാക്കളെ തന്നെ കൊലപ്പെടുത്തി, അല്ലെങ്കിൽ സഹോദര വർഗങ്ങളെ തന്നെ കൊലപ്പെടുത്തി എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കുവാൻ വേണ്ടി ആരും മടി കാണിക്കാത്ത ഇന്നത്തെ ലോകത്തിൽ പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തിൽ നിന്ന് നാം മുറുകെ പിടിക്കണം. ദൈവരാജ്യത്തിന് അവകാശികളായി തീരണം. സമ്പത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. പ്രിയ ദൈവമക്കളെ, നമുക്ക് സന്തോഷം നൽകി തരും അല്പനേരത്തേക്ക് മാത്രം. പക്ഷേ നിത്യമായ ഒന്ന് നമുക്ക് സമ്പാദിക്കണമെങ്കിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ അധ്വാനിക്കുന്നവരായി, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ വില കൊടുത്തു നിൽക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടുത്തെ സമ്പത്തിന് അവകാശികളായി തീരുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ നോക്കൂ, ഹല്ലേലൂയ, ധനവാനാകുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. എന്തിനാണ് ധനമുണ്ടെങ്കിൽ എനിക്ക് എന്തിനാണ് ദൈവത്തെ വിളിക്കേണ്ടത്? ഞാൻ എന്തിനു ദൈവത്തെ വിളിക്കണം? എന്തിനു വിളിച്ചപേക്ഷിക്കണം? അല്ല പ്രീതി മക്കളെ, ധനമൊക്കെ ഒരു ഭാഗത്ത്, നിന്റെ ഒരു നിമിഷം മതി ആ ധനത്തെ നശിപ്പിക്കുവാൻ എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഉറപ്പോട് നിന്നെങ്കിൽ മാത്രമേ ആ ധനം നമുക്ക് ഹല്ലേലൂയ വേണ്ടും പോലെ വിനിയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ധനത്തിന് വേണ്ടിയുള്ള ഇന്നത്തെ ആ ഓട്ടമൊക്കെ നമ്മൾ നിർത്തിയിട്ട് നിത്യമായ ഭവനത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിന് നമ്മൾ ഒരുക്കമുള്ളവരായി തീരണം. ഹല്ലേലൂയ. നോക്കും, അതായത് ധനത്തിന് വേണ്ടിയുള്ള അവരുടെ അന്വേഷണത്തിൽ അവരുടെ ആത്മീയ ജീവിതത്തെ അവർ ഞെരുക്കിക്കളയാണ്. ആത്മീയത്തിൽ അവർക്ക് വളരുവാൻ കഴിയുന്നില്ല. ധനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പരീക്ഷയിലും ദോഷകരമായ രീതികളിലും അകപ്പെട്ട് രക്ഷാകരമായ യേശുവിലുള്ള വിശ്വാസത്തെ തള്ളിക്കളയുകയാണ്. ഹല്ലേലൂയ. തീമോഥെയോസിന്റെ തന്നെ നോക്കൂ, 6:10 കാണുവാൻ കഴിയുന്നുണ്ട്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ഇന്ന് സഹോദര ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നു. മാതാപിതാക്കളുടെ ആ ബന്ധം ഹല്ലേലൂയ, ആ സ്നേഹം ഹല്ലേലൂയ ഇല്ലാതാക്കുവാനൊക്കെ ഈ ദ്രവ്യാഗ്രഹത്തിന്, അതായത് ധനത്തിന് കഴിയുന്നുണ്ട്. പ്രിയ മക്കളെ, ധനമല്ല, നമ്മുടെ ധനം നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമായി തീർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഹല്ലേലൂയ. സമ്പത്തിന് പിറകെ പോയാൽ എന്താണ് പിന്നീട് ഉണ്ടാകുന്നതെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ബഹുദുഃഖങ്ങൾക്ക് കാരണമായി തീരുന്നു എന്ന്. ഹല്ലേലൂയ. തീമോഥെയോസിന്റെ ഹല്ലേലൂയ ഇതിൽ തന്നെ 6-7 വാക്യത്തിൽ പറയുന്നുണ്ട്, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഹല്ലേലൂയ.
വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ഈ ധനത്തിന് വേണ്ടിയാണോ പ്രിയ മക്കളെ എങ്കിൽ പറയുകയാണ്, ഈഗലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ സമ്പാദിച്ചത് ഒന്നും നമുക്ക് അവിടെ കൊണ്ടുപോകുവാനും സാധ്യമല്ല. ഹല്ലേലൂയ. എന്താണ് നമ്മൾ ആദായപ്പെടുത്തിയിരിക്കുന്ന? ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ആരെയെങ്കിലും കർത്താവിന്റെ സന്നിധി കൊണ്ടുവന്നിട്ടുണ്ടോ? അതാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം എല്ലാവരും ഹല്ലേലൂയ ഈ വാക്യം എപ്പോഴും ഓർക്കണം. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത്. ഹല്ലേലൂയ. നാം വിചാരിക്കും ഹല്ലേലൂയ ഇത് എന്നെ കുറിച്ചല്ല പറയുന്നത്. തീമോഥെയോസ് ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പലരെ കുറിച്ച് പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്നെ കുറിച്ചല്ല. അല്ല പ്രിയ മക്കളെ, നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ഹല്ലേലൂയ മുന്നമേ ബോധ്യപ്പെട്ട് തന്നെ എല്ലാം പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എപ്പോഴും നാം അത് ഓർക്കണം. ഹല്ലേലൂയ. ഇവിടെ വാരിക്കൂട്ടുവാൻ വേണ്ടി ഓടി അധ്വാനിച്ച് ഹല്ലേലൂയ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ കുഞ്ഞുങ്ങളെയോ ഹല്ലേലൂയ ഭാര്യയോ ഭർത്താവോ തമ്മിൽ ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കുവാൻ കഴിയാതെ അതിനുപോലും സമയം കണ്ടെത്താതെ വണ്ണം ഹല്ലേലൂയ ഓടുകയാണ്. എന്തിനാണ്? ധനം വാരിക്കൂട്ടുവാൻ വേണ്ടി. ഹല്ലേലൂയ. ഉള്ളത് മതിയെന്ന് ഹല്ലേലൂയ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് ആരാണ് ഹല്ലേലൂയ വെക്കുന്നത്? വീണ്ടും വീണ്ടും വേണം. ഇന്ന് എത്രമാത്രം ഉണ്ടെങ്കിലും ഒരിക്കലും ആർക്കും തികയുന്നില്ല. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ നാം ഓരോരുത്തരും നിത്യരാജ്യത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ഹല്ലേലൂയ ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ. 16 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. മൂഢാ, ഇന്ന് നീ ഉണ്ടാക്കി വെച്ചതൊക്കെ ആർക്കാ? നിന്റെ പ്രാണനെ ഞാൻ ചോദിച്ചാൽ ഹല്ലേലൂയ ഇന്നെന്താണ് തിന്നുക കുടിക്കുക ആനന്ദിക്കുക എനിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞേ നാളത്തെ കുറിച്ച് വിചാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയോട് യേശുപ്പച്ചൻ തന്നെ പറയാണ്, നിന്റെ പ്രാണനെ ഞാൻ ചോദിക്കും. ഹല്ലേലൂയ. എന്നിട്ട് നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാകും? ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നാം ഒരുക്കി വെച്ചത് ആർക്കാണ്? ഹല്ലേലൂയ. നിത്യമായ ഭവനത്തിന് വേണ്ടി നമ്മൾ ഒരുക്കിയോ? ഒരാത്മാവിന് വേണ്ടി നമ്മൾ കരഞ്ഞോ പ്രാർത്ഥിച്ചോ? അവരെ നേടിയെടുക്കുവാൻ നമ്മൾ ഹല്ലേലൂയ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറഞ്ഞോ? അതൊക്കെയാണ് നമ്മുടെ അപ്പൻ നോക്കുന്നത്. ഹല്ലേലൂയ. ഇവിടുത്തെ ഒന്നും അല്ല പ്രിയ ദൈവമക്കളെ. ഇവിടുത്തെ ജീവിതം ഇവിടത്തേക്ക് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി വിശ്വസ്തരായി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമുക്കറിയാമല്ലോ യോബിന്റെ പുസ്തകം നോക്കുമ്പോൾ, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. ഹല്ലേലൂയ. ഒരിക്കലും അതാണ് നമ്മുടെ അന്ത്യം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം വന്നതൊന്ന് ഓർക്കണം. പോകുന്നത് എങ്ങനെയാണെന്ന് ഓർക്കുവാണെങ്കിൽ ഇവിടുത്തെ വാസം ഇത് മതിയല്ലോ. എന്തിനാണ് ഞാൻ ഈ ഓടുന്നത്? എൻ്റെ അപ്പൻ്റെ സന്നിധി അല്പസമയമെങ്കിലും വേർതിരിച്ചിരുന്നെങ്കിൽ അതാണ് ഏറ്റവും നന്നെന്ന് നാം വിചാരിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഹല്ലേലൂയ. എൻ്റെ അപ്പന് ഒരു നിമിഷം മതി പ്രിയ മക്കളെ, എല്ലാം എടുക്കുവാനും തരുവാനും ഹല്ലേലൂയ നമ്മെ ഉയർത്തുവാനും താഴ്ത്തുവാനും എല്ലാം എവിടെ ഏത് സ്ഥാനത്തെത്തിക്കുവാനും കർത്താപ്പച്ചന് ഒരു നിമിഷം മതി. നാം വിശ്വസ്തയോട് ഉറപ്പോടെ നിൽക്കുകയാണോ? അപ്പൻ്റെ പാദപീഠത്തിൽ നമ്മൾ നിൽക്കുകയാണോ? തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് വേണ്ടുന്നതായ നന്മകൾ തരും. ഹല്ലേലൂയ. അന്നന്ന് വേണ്ടുന്നത് നമുക്ക് തരുന്ന അപ്പൻ. ഹല്ലേലൂയ. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ആഹാരം കൊടുക്കുന്നുവെങ്കിൽ നമ്മെ നമ്മുടെ അപ്പൻ മറക്കുമോ? ഹല്ലേലൂയ. തൻ്റെ സ്വന്തം സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ച അപ്പച്ചൻ നമ്മെ ഒരിക്കലും മറക്കുകയില്ല. ഹല്ലേലൂയ. നോക്കൂ, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മുഖങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഒരുവനെ കൊല്ലുവാനൊന്നും മടി കാണിക്കാത്ത ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നാം നിത്യമായ ഹല്ലേലൂയ കർത്താവിന്റെ ഭവനത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. യേശുപ്പച്ചൻ നമ്മോട് കണക്ക് ചോദിക്കുമ്പോൾ നാം എന്തു മറുപടി പറയും? നമ്മെ തന്നെ അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അപ്പ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, അപ്പന് കൊള്ളാകുന്ന ഹല്ലേലൂയ നല്ലൊരു ആയുധമാക്കി തീർക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹികളായി തീരാതെ നിത്യമായ ഭവനത്തിനു വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരായിരിക്കാം. നമുക്ക് നമ്മെ തന്നെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന അപ്പ, ഓരോ മക്കളുടെ ജീവിതത്തിൽ
ജീവിതത്തിലും നിത്യമായ ഭവനത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഇവിടെയുള്ള ജീവിതം ഇവിടെ അവസാനിക്കും. കർത്താപ്പച്ച, അങ്ങയുടെ സന്നിധി കടന്നു വരുമ്പോൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ, അപ്പാ ഞങ്ങൾ എന്തു നേടി? ഹല്ലേലൂയ. അപ്പൻ്റെ ജീവിതത്തിന് വേണ്ടി എന്തു നേടിയെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുവാൻ ഞങ്ങൾക്ക് ഇടയായി തീരണമേ. വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അതിനുവേണ്ടി ഒരുക്കിയെടുക്കണം കർത്താപ്പച്ച. തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.